ഇങ്ക്സ്കേപ്പിൽ ചെയ്യുവാനുള്ള ഒരു ചോദ്യം പരിശോധിക്കുക. ഇവിടെ കാണുന്ന പോലെ ഒരു ചിത്രം വരച്ചിട്ട് ഹോമിലെ എക്സാം 10 രജിസ്റ്റർ നമ്പർ _ ചോദ്യം നമ്പർ ഫയൽ നാമമായിട്ട് സേവ് ചെയ്യാനുള്ളതാണ് ഇത്. നമുക്കിത് ചെയ്തു നോക്കാം. ഇങ്ക്സ്കേപ്പ് തുറക്കുന്നു. ആപ്ലിക്കേഷൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഗ്രാഫിക്സ് എന്നതിന് നേരെ ഇങ്ക്സ്കേപ്പ് വെക്ടർ ഗ്രാഫിക് എഡിറ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ആദ്യമായിട്ട് ഒരു വൃത്തം വരയ്ക്കണം. അതുകൊണ്ട് സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് ഒരു വൃത്തം വരയ്ക്കുന്നു. ഇനി ഇതിന് സ്ട്രോക്ക് നൽകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ആൻഡ് സ്ട്രോക്ക് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ സ്ട്രോക്ക് പെയിന്റ്, സ്ട്രോക്ക് സ്റ്റൈൽ എന്നിങ്ങനെ 2 ടാബുകളുണ്ട്. അതിൽ ആദ്യം സ്ട്രോക്ക് സ്റ്റൈൽ സെലക്ട് ചെയ്യുന്നു. സ്ട്രോക്കിന് വേണ്ട കട്ടി ഇവിടെ ഏകദേശം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. 15 എന്ന് തൽക്കാലം ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം എന്റർ കീ അമർത്തുന്നു. പിന്നീട് സ്ട്രോക്ക് പെയിന്റ് എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഫ്ലാറ്റ് കളർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ അവിടെ സ്ട്രോക്ക് വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നു. അതിനുവേണ്ടി എഡിറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഡ്യൂപ്ലിക്കേറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട്. സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം നമുക്ക് അതിനെ കുറച്ച് ചെറുതാക്കി വെക്കാം. ഇവിടെ ഷിഫ്റ്റ് കീ അമർത്തിക്കൊണ്ട് ചെറുതാക്കുകയാണ്. ചെറുതാക്കി വെച്ചതിന് ശേഷം ഇതിന്റെ സ്ട്രോക്കിന്റെ കട്ടി കൂട്ടേണ്ടതുണ്ട്. ആദ്യം കൊടുത്ത അതേ കട്ടി തന്നെ ആയിരിക്കണം ഇതിലും വരേണ്ടത്. അതിനുവേണ്ടി സ്ട്രോക്ക് സ്റ്റൈൽ എന്ന ടാബ് സെലക്ട് ചെയ്യുന്നു. ആദ്യം 15 കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ 15 തന്നെ കൊടുക്കുന്നു. എന്റർ അടിക്കുന്നു. ഇപ്പോൾ ഒരേ കട്ടിയിൽ 2 വൃത്തങ്ങൾ വന്നു. ഇനി ഇതിന്റെ ഉൾഭാഗത്ത് വെള്ളയാണ് വേണ്ടത്. അതുകൊണ്ട് ഉൾഭാഗം 2 വൃത്തങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉൾഭാഗത്ത് വെള്ള നിറം കൊടുക്കുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കേണ്ടതുണ്ട്. ചതുരം വരയ്ക്കുവാനായി റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഒരു ചതുരം വരയ്ക്കുന്നു. ഈ ചതുരത്തിന്റെ സ്ട്രോക്ക് കളയേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്ട്രോക്ക് പെയിന്റിൽ നിന്നും ഇവിടെ കാണുന്ന നോ പെയിന്റ് എന്നുള്ള ഓപ്ഷൻ ഇൻടു മാർക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ചതുരത്തെ ആവശ്യമായ വലിപ്പത്തിൽ ക്രമീകരിച്ചു വെക്കുന്നു. ഇപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ രൂപം ഇതിന് വന്നു കഴിഞ്ഞു. ഇനി കോപ്പി ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുവാൻ കൂടിയുണ്ട്. അതിനുവേണ്ടി ഇവിടെ ക്രിയേറ്റ് ആൻഡ് എഡിറ്റ് ടെസ്റ്റ് ഓബ്ജക്റ്റ് എന്ന ടൂൾ സെലക്ട് ചെയ്യുന്നു. ടൈപ്പ് ചെയ്യുവാനായി ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. കോപ്പി ലെഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന്റെ കട്ടി കൂട്ടുവാൻ വേണ്ടി ഇവിടെ നോർമൽ എന്നത് മാറ്റി ബോൾഡ് എന്നാക്കുന്നു. ഇനി ഇതിന്റെ വലിപ്പം കൂട്ടണം. വലിപ്പിൽ ഇവിടെ സെലക്ഷൻ ടൂൾ എടുത്തതിന് ശേഷം ആവശ്യമായ രീതിയിൽ ഇതുപോലെ വലിപ്പം കൂട്ടുവാൻ കഴിയും. ഇനി ഇതിനെ എല്ലാം കൂടി ചേർത്ത് ഗ്രൂപ്പ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി സെലക്ഷൻ ടൂൾ എടുക്കുന്നു. എല്ലാ രൂപങ്ങളെയും ഒന്നിച്ച് സെലക്ട് ചെയ്യുന്നു. ഇനി ഇതിനെ ഓബ്ജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനെ ക്യാൻവാസിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. അടുത്തതായിട്ട് ഇതിനെ സേവ് ചെയ്യണം. ഈ ചിത്രം ഫോമിലെ എക്സാം 10 സേവ് ചെയ്യേണ്ടത്. ഫയൽ, സേവ് ആസ് എന്ന ഓപ്ഷനിലാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നത്. രജിസ്റ്റർ നമ്പർ കൊടുക്കുന്നു. അതിനുശേഷം അണ്ടർസ്കോർ കൊടുക്കുന്നു. പിന്നീട് ഗ്രൂപ്പ് നമ്പർ കൊടുക്കുന്നു. ഒന്നാമത്തെ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഗ്രൂപ്പ് 1 എന്ന് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എക്സാം 10 തന്നെ വന്നു കിടക്കുകയാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എക്സാം 10 ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എക്സാം 10 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സേവ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു.